गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 മാർച്ച് 16 മുതൽ 22 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മീനം 2 മുതൽ 8 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകാം. വാക്കുപാലിക്കാൻ സാധിക്കും. കാര്യവിജയം ഉണ്ടാകും. സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത. കാര്യലാഭവും കീർത്തിയും ഉണ്ടാകും. ശത്രുഭയം ഉണ്ടാകും. കർമ്മഗുണം കുറയും. ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. ധനവരവ് ഉണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സർപ്പദൈവ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനം സൂക്ഷിച്ച് ചെലവഴിക്കുക. സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മ തടസ്സത്തിന് സാധ്യത കാണുന്നു. മധുര വാക്കുകളിലൂടെയുള്ള കാര്യസാധ്യവും ഭാര്യാപുത്ര സുഖവും ഉണ്ടാകും. അനുഭവ ഗുണം വർദ്ധിക്കും. രോഗത്തിന് ശമനമുണ്ടാകും. സുഗന്ധദ്രവ്യ ലാഭവും ബന്ധുസമാഗമവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും സ്വജനവിരഹവും അനുഭവിക്കേണ്ടതായി വരും. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സം നേരിടും. ശത്രുനാശവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. കർമ്മമേഖലയിൽ കലഹങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എങ്കിലും കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. അധികാരികളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ യോഗമുണ്ട്. യാത്രാക്ലേശവും അലച്ചിലും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും ബന്ധുവിരോധവും ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. വാതരോഗങ്ങൾ അലട്ടും. അപമാനകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ധനസ്ഥിതി മോശമായിരിക്കുകയില്ല. അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ ബുധനും ശുക്രനും രവിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യയ്ക്ക് അസുഖങ്ങൾക്ക് സാധ്യത. വിദ്യാതടസ്സം പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾ വാങ്ങാനിടയാകും. കാര്യതടസ്സവും പിതാവിന് ദേഹപീഡയും ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. കർമ്മഗുണം കുറയും. ആരോഗ്യനില മെച്ചപ്പെടും. ധനലാഭം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും കളത്തസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുശല്യം കുറയും. രോഗശാന്തി ഉണ്ടാകും. കളത്രസുഖം കുറയും. കുടുംബകലഹങ്ങൾക്ക് സാധ്യത. സ്വജനവിരഹത്തിനും മനോദുഃഖത്തിനും സാധ്യത. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ധനലബ്ധി ഉണ്ടാവും. കർമ്മരംഗത്ത് കലഹത്തിനും അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി,
വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് ആദിത്യൻ, ബുധൻ, ശുക്രൻ എന്നിവരും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോവിഷമങ്ങൾ ഉണ്ടാകും. കോപം നിയന്ത്രിക്കണം. ഉന്നതന്മാരുടെ സഹായം ലഭിക്കും. വിദ്യാപുരോഗതി ഉണ്ടാകും. രോഗം ശമിക്കുകയും ശത്രുശല്യം കുറയുകയും ചെയ്യും. കഠിന ദുഃഖം ഉണ്ടാകും. കാര്യതടസ്സത്തിന് സാധ്യത. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിന്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് ബുധനും ശുക്രനും സൂര്യനും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും സുഖാനുഭവഹാനിയും ഉണ്ടാകും. ഗ്രഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ജപധ്യാനാദികൾക്ക് മുടക്കമുണ്ടാകും. മനപ്രയാസങ്ങളും രോഗദുരിതങ്ങളും വർദ്ധിക്കും. ദാമ്പത്യബന്ധം ഉലച്ചിലുകളില്ലാതെ തുടരും. കാര്യതടസ്സവും ജ്വരാദി രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിന്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം അവസാന പാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും സുഖസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും സഹോദര ഗുണവും ഉണ്ടാകും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനലാഭവും ബന്ധുസമാഗമവും ഉണ്ടാകും. കാര്യതടസ്സം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം കുറയും. ആരോഗ്യം ശ്രദ്ധിക്കുക. ദാമ്പത്യ കലഹത്തിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിന്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനാശത്തിനും വിദ്യാതടസ്സത്തിനും സാധ്യത കാണുന്നു. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത. ഐശ്വര്യവും ശത്രുനാശവും ഉണ്ടാകും. സന്തോഷവും അനുഭവഗുണവും വർദ്ധിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ കാലമാണ്. സർവ്വകാര്യങ്ങളും മംഗളമായി ഭവിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിന്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ധനസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. അനുഭവ ഗുണം വർദ്ധിക്കും. വാക്കുകൾ പരുഷമാകാതെ ശ്രദ്ധിക്കുക. നന്നായി പരിശ്രമിച്ചാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം തന്നെ നേടാൻ സാധിക്കും. ബന്ധുഗുണം കുറയും. മനപ്രയാസങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങളും അലട്ടാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിന്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും ജന്മത്തിൽ ബുധനും ശുക്രനും രവിയും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വരവിനേക്കാൾ ചെലവ് ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. കോപം നിയന്ത്രിക്കണം. ദേഹസുഖം കുറയും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ബന്ധുഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.